ചെറുപ്പക്കാരുടെ സ്ഥാപനമാണ്. അതിന്റെ കേരളത്തിലെ ഓഫീസ് അത് ഉദ്ഘാടനം ചെയ്തു. കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ എന്താ കുഴപ്പം? ഞാൻ തട്ടുകട ഉദ്ഘാടനം ചെയ്യാൻ പോകും പാവപ്പെട്ടവരുടെ. കുഴപ്പം? പോകാൻ പാടില്ലേ? കുഴപ്പം? എന്റെ നിയോജകമണ്ഡലത്തിൽ ഞാൻ തട്ടുകടയ്ക്ക് ഉദ്ഘാടനം ചെയ്യാറുണ്ട്. എനിക്ക് സമയമുണ്ടെങ്കിൽ പാവപ്പെട്ടവരെ തുടങ്ങിയാൽ അതും പോയി ചെയ്തു കൊടുക്കും. ഒരു കുഴപ്പമില്ല. ഇത് തട്ടുകടയും കാപ്പിക്കടയും ആയിരുന്നില്ല, 600 കോടി രൂപയുടെ നിക്ഷേപമായിരുന്നു. അതാണ് ഓരോ ദിവസവും ഇവരുണ്ടാക്കുന്ന വാർത്തകൾ. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഒരു ഇടിവെട്ട് സ്പീച്ച് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നു. അതിനകത്ത് മരുമോനും അതുപോലെ അരുണിനും നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്, ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വെച്ച് തരാം. ഓക്കെ, എന്നാലും മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഭരണം ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം. എത്ര ആളുകൾ വി.ഡി. ഭരണം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാനാണ്. അതുപോലെ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ എല്ലാവരും ചാനലും കൂടെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്താലും മാത്രമേ വീഡിയോ എല്ലാവരിലും എത്തത്തുള്ളൂ, അടുത്ത വീഡിയോയും നിങ്ങളുടെ അടുത്തേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നല്ല രീതിയിൽ ചുട്ട മറുപടിയും മരുമോനും കൊടുക്കുന്നുണ്ട്, അതുപോലെ അരുണിനെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഞാനിവിടെ ഒരു വീഡിയോ വെച്ച് തരാം. ഈ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പേ ഒരാൾ കയറി മുഖ്യമന്ത്രിയുടെ മൈക്ക് പിടിച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് സംസാരിക്കുന്നത് ഞാനിവിടെ വെച്ച് തരാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അവിടെ ഭൂകമ്പം ഉണ്ടായേനെ. എന്നാലും നിങ്ങളൊന്ന് കണ്ടു നോക്കാം. സാർ, ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയില്ല. മങ്കട ആശുപത്രി പഴയ ആശുപത്രിയാണ്, താലൂക്ക് ആശുപത്രിയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ സ്റ്റാഫ് പാറ്റേൺ ഇതുവരെ അനുവദിച്ചില്ല. കഴിഞ്ഞ 10 വർഷമായി ഞങ്ങൾ പറയാൻ നടത്തിയിരുന്നു. ദയവ് ചെയ്ത് അത് അനുവദിച്ചു തരണം. ബ്ലോക്ക് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, അതിനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, ഇയാൾ കാണിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു രീതിയല്ല. അയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സംസാരിച്ചതിന് ശേഷം പറയായിരുന്നു. അത് എത്ര വലിയ കാര്യമാണെങ്കിലും മുഖ്യമന്ത്രി സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും വായിക്കും കൊണ്ട് പിടിച്ചു വെച്ചിട്ട് അത് പറയുന്നത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. വേറെ ആരെങ്കിലും ആണെങ്കിൽ അപ്പം തന്നെ പുള്ളി ആട്ടി വിട്ടേനെ. എന്നാലും മുഖ്യമന്ത്രി വി.ഡി. സതീശനായതുകൊണ്ട് അത് പുള്ളി നൈസായിട്ട് അത് ഹാൻഡിൽ ചെയ്തു. മാന്യമായിട്ട് പുള്ളിയെ ഒന്നും പറഞ്ഞില്ല, ചിരിച്ചങ്ങ് കളഞ്ഞു. ഓക്കെ, അങ്ങനെ വേണം മുഖ്യമന്ത്രി ജനങ്ങളുടെ ജനപ്രതിനിധിയായാൽ. ഇനി ഞാനിവിടെ മുഖ്യമന്ത്രിയുടെ ഇടിവെട്ട് സ്പീച്ച് വെച്ച് തരാം. അപ്പം അതിനകത്ത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറയുന്നത് വെച്ചാൽ കാപ്പിക്കടയാണെങ്കിലും തട്ടുകടയാണെങ്കിലും ഞാൻ ഉദ്ഘാടനം ചെയ്യും എന്നാണ്. അങ്ങനെ വേണം. അതിനി എത്ര പാവപ്പെട്ടവൻ്റെ ഒരു സംരംഭമാണെങ്കിലും അവിടെ ചെന്ന് ഉദ്ഘാടനം ചെയ്യണം, അവിടെ ചെന്ന് ചായ കുടിക്കണം, മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞിട്ട് മാറിയിരിക്കേ ചെയ്യല്ലേ, അല്ലേ? തലക്കനവും വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അടുത്ത വട്ടം വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ. എന്തായാലും ആ ഒരു കാര്യത്തിൽ മുഖ്യമന്ത്രിയെ അഭിനന്ദിച്ചേ പറ്റൂ. അപ്പോൾ എന്തായാലും ഞാനൊരു സ്പീച്ച് വെച്ചുതരാം. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ 10 കൊല്ലം ഞാൻ 10 കൊല്ലത്തിൽ ഒരു വാർത്താ സമ്മേളനമോ അല്ലെങ്കിൽ ഒരു പ്രസ് മീറ്റോ ഈ പറഞ്ഞിട്ടുള്ളതുപോലെ നിയമസഭയിലെ അവിടുത്തെ സ്പീച്ച് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ ഒരു വാർത്താ സമ്മേളനവും അതുപോലെ ഒരു നിയമസഭയിലെ ഒരു പരിപാടിയാണ് ഞാൻ ഒന്നും സ്കിപ്പ് ചെയ്യാതെ എല്ലാം ഇരുന്ന് ഞാൻ കണ്ടുപോകും. കാരണം അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനമൊക്കെ കാണാൻ തന്നെ ഒരു രസമാണ്. അതാണ് പുള്ളി അവതരിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ല വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടും അത് നമ്മൾ ആകർഷിച്ചു പോകും, അല്ലേ? അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും മുഖ്യമന്ത്രി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്ത് എന്തായാലും നല്ല രീതിയിൽ എന്തായാലും കൊടുക്കുന്നുണ്ട്, അരുണിനും കൊടുക്കുന്നുണ്ട്, മരുമോനും കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഒരു തെരഞ്ഞെടുപ്പിലും കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും സ്വീകരിക്കാത്ത, ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ സ്വീകരിക്കാത്തൊരു നിലപാടെടുത്തു. വർഗീയത പറയരുത്. വർഗീയത പറഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളുടെ വോട്ട് വേണ്ട, ഇത് മതേതര കേരളമാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മുടെ കേരളം നമ്മുടെ രാജ്യത്തോട് ഉറക്കെ വിളിച്ചു പറയും എന്ന് പറയാൻ തന്റെ ഇടം കാട്ടിയ പ്രസ്ഥാനമാണ് നമ്മുടെ കോൺഗ്രസും നമ്മുടെ UDF-ഉം കേരളത്തിൽ. ഈ നാട്ടിലെ ജനങ്ങളെ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിച്ച് അവരെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരായ ജനങ്ങളുടെ താക്കീത് കൂടിയാണ് UDF നേടിയ ഉജ്ജ്വലമായ വിജയം എന്ന് നിങ്ങൾക്കറിയാം. ഒരുപാട് പേര് പ്രവചനങ്ങൾ നടത്തി, കൂടുതൽ പ്രവചനങ്ങൾ നമ്മൾ തോറ്റുപോകുന്നതായി. പക്ഷെ ജനങ്ങളുടെ മനസ്സറിയാൻ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല. ജനങ്ങൾ ആഗ്രഹിച്ചത് 10 വർഷത്തെ ദുർഭരണത്തിന് അവസാനം കുറിക്കണമെന്ന് മാത്രമല്ല, കേരളത്തിലൊരു മാറ്റം ഉണ്ടാകണമെന്ന് കൂടി ജനങ്ങൾ ആഗ്രഹിച്ചു. കേരളത്തിനൊരു മാറ്റം ഉണ്ടാകണം. പരമ്പരാഗതമായ രീതിയിലൂടെ പോയാൽ കേരളം തകർന്നു പോകുമെന്നറിയാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു. UDF അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ അവരുടെ മനസ്സിലുണ്ടായി. നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി
ജനങ്ങളുടെ ഉയർന്ന പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയ്ക്ക് ഉയരാൻ നമുക്ക് കഴിയണം. നമ്മൾ ഉയരുക തന്നെ ചെയ്യും. എനിക്ക് നിങ്ങളോട് നൽകാനുള്ള വാക്കതാണ്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഉയരുന്ന ഒരു ഭരണം കേരളത്തിൽ ഉണ്ടാകും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഈ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും സംരക്ഷിക്കുന്ന, അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു ഭരണമുണ്ടാകും. ഇവിടെ കേരളത്തിന് മാറ്റമുണ്ടാകും. നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസ അവസരങ്ങൾ ഉണ്ടാകും, തൊഴിലവസരങ്ങൾ ഉണ്ടാകും, കേരളത്തിൽ നിക്ഷേപങ്ങൾ ഉണ്ടാകും, കേരളത്തിൽ ഒരുപാട് മാറ്റമുണ്ടാകും. 3 മാസം നമ്മൾ പൂർത്തിയായിട്ടില്ല. 3 മാസത്തിനകം സുപ്രധാനമായ പല തീരുമാനങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന്റെ ഗുണഫലങ്ങൾ 6 മാസം കഴിയുമ്പോൾ തൊട്ട് ഈ കേരളത്തിലുണ്ടാകും. ഒരുപാട് മാറ്റങ്ങൾ. കേരളത്തിനെ കുറിച്ച് ഇന്ന് കേരളത്തിന് പുറത്തൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കും. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ നാടിന്റെ വികസനവും വരാനിരിക്കുന്ന തലമുറയുടെ സുരക്ഷിതത്വവുമാണ്. അതേസമയം ഈ രാജ്യത്താദ്യമായി മുതിർന്ന പൗരന്മാർക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. അവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുന്നു. അവർക്ക് വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങൾ ഉണ്ടാകും. അവരെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും. വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് എല്ലാം പുരോഗതി ഉണ്ടാകും. ഒരുപാട് മാറ്റം കേരളത്തിലുണ്ടാകും. അതിനുവേണ്ടി പ്രതിജ്ഞാബദ്ധമായ ഒരു സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, ഒരു കോൺഗ്രസുകാരനെയും ഈ സർക്കാർ സങ്കടപ്പെടുത്തില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ മനസ്സ് വായിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരായിരിക്കും കേരളത്തിൽ ഉണ്ടാകുന്നത്. നമ്മുടെ ലക്ഷ്യം നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്തുക, ഇവരെ തകർത്ത് തരിപ്പണമാക്കിയ ഈ കേരളത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. 1ാമത്തെ ദിവസം മുതൽ ഒരു സമരം തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ രാവിലെ കാണുമ്പോൾ ചിരിച്ചും വന്നു. കാരണം 18 മാസത്തെ കുടിശ്ശിക കൊടുക്കാത്ത സർക്കാരിനെതിരായി സമരം. ആദ്യത്തെ ആഴ്ച 18 മാസത്തെ കുടിശ്ശിക വരുത്തിയതാര? ഞാനാണ്, ഈ സർക്കാരാണ്. കുടിശ്ശിക വരുത്തിയവന്മാര് 18 മാസത്തെ കുടിശ്ശിക വരുത്തിയവന്മാർ സമരം ചെയ്യാം. കുടിശ്ശിക വരുത്തിയതിനെതിരെ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്, അവർ ചിരിക്കുന്നുണ്ട് നന്നായി. ഞാൻ എന്താണ് പറഞ്ഞു, ഈ CPM-കാർ ഒടുക്കത്തെ ബലം പിടിച്ചു വരുന്നു പണ്ട്. ഇപ്പൊ ഒരു തമാശ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലത്തെ തമാശ ഓരോ ദിവസം തമാശയാണ്. ഞാൻ പ്രധാനമന്ത്രിയെ കണ്ടു. ഏത് മുഖ്യമന്ത്രി വന്നാലും പ്രധാനമന്ത്രിയെ പോയി കാണും. പിറ്റേ ദിവസമാണ് പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്തു. അവർ ഞാൻ പറഞ്ഞിട്ടാണെന്നോ? ഞാൻ പറഞ്ഞു ശരിയാണ്. ഞാൻ പറഞ്ഞു മോദി, ആദ്യമായിട്ടാണ് ഞാൻ മോദിയെ കാണുന്നത്. കണ്ട വഴിയെ ഞാൻ പറഞ്ഞു, മോദിജി ആ പിണറായിയുടെ വീടൊന്ന് റെയ്ഡ് ചെയ്യണം. അപ്പൊ മോദിജി പറഞ്ഞു, സതീശൻജി ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞതല്ലേ, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു വീട് പോരാ, 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. അപ്പൊ സതീശൻജി ആദ്യമായി പറഞ്ഞ കാര്യമാണ്, ഇപ്പൊ തന്നെ 12 വീടും റെയ്ഡ് ചെയ്യണം. മോദിജി വിളിച്ചു. അങ്ങനെയാണ് പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്യണം. എന്താ ഇവർ പറയും? പിന്നെ പറഞ്ഞു, നമുക്കെതിരെ പോസ്റ്റ് ഇട്ടു കുറെ സമൂഹ മാധ്യമങ്ങൾ. അപ്പൊ ഞാൻ മെറ്റയോട് വിളിച്ചു പറഞ്ഞു, എനിക്കെതിരായിട്ടുള്ള പോസ്റ്റൊക്കെ റിമൂവ് ചെയ്യാം. ആരാന്ന് മനസ്സിലായി? ഞങ്ങൾ വിചാരിക്കണമല്ല. ഞാൻ പറഞ്ഞ മെറ്റോരൊക്കെ ഇന്ത്യ മുഴുവനായിട്ട് റിമൂവ് ചെയ്യാതെ പലതും അവരുടെ പ്രശ്നങ്ങളാണ്. ഓരോ ദിവസവും ഓരോ കാര്യമായിട്ട് വരികയാണ്. പിന്നെ പറഞ്ഞു, ഞാൻ കോഴിക്കോട് ഒരു കാപ്പിക്കട ഉദ്ഘാടനം ചെയ്തു. പിന്നെയാണ് അറിഞ്ഞത്, അവർക്ക് മനസ്സിലായത് 600 കോടി രൂപ നിക്ഷേപമുള്ള മലയാളി ചെറുപ്പക്കാരുടെ സ്ഥാപനമാണ്. അതിന്റെ കേരളത്തിലെ ഓഫീസ് അത് ഉദ്ഘാടനം ചെയ്തു. ഈ കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ എന്താ കുഴപ്പം? ഞാൻ തട്ടുകട ഉദ്ഘാടനം ചെയ്യാൻ പോകും പാവപ്പെട്ടവരുടെ. എന്താ കുഴപ്പം? പോകാൻ പാടില്ലേ? എന്താ കുഴപ്പം? എന്റെ നിയോജകമണ്ഡലത്തിൽ ഞാൻ തട്ടുകടയൊക്കെ ഉദ്ഘാടനം ചെയ്യാറുണ്ട്. എനിക്ക് സമയമുണ്ടെങ്കിൽ ഒരു പാവപ്പെട്ടവരെ തുടങ്ങിയ അതും പോയി ചെയ്തു കൊടുക്കും. ഒരു കുഴപ്പമില്ല. ഇത് തട്ടുകടയും കാപ്പിക്കട ആയിരുന്നില്ല, 600 കോടി രൂപയുടെ നിക്ഷേപമായിരുന്നു. അതാണ് ഓരോ ദിവസവും ഇവരുണ്ടാക്കുന്ന വാർത്തകൾ. ഇപ്പോ ഒരാൾ പറഞ്ഞു, ആരാണെന്ന് ഞാൻ പറയുന്നില്ല, ബുധനാഴ്ച മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കഴിയുമ്പോൾ ഭയങ്കര നാറ്റം ഉണ്ടാവും. എവിടെയാണ് നാറുന്നതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പറയണോ? എവിടെ നിന്നാണ് നാറ്റം വരുന്നതെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? പറഞ്ഞ ആൾ ആരാന്ന് നിങ്ങൾക്കറിയാം. ഞാൻ അതിൻ്റെ പുറകെ പോകുന്നില്ല. നമ്മൾ വ്യക്തികളെ തേജോവധം ചെയ്യലും വ്യക്തികളുടെ പുറകെ നടക്കലും അല്ല ഈ സർക്കാരിന്റെ ലക്ഷ്യം. ഈ സർക്കാരിന് ഒരുപാട് മുൻഗണനകളുണ്ട്. നാടിനോട് പറഞ്ഞ വാക്കുകൾ, പ്രിയദർശിനി ബസ്സിൽ അല്ലേ ഉണ്ടായില്ലേ? സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുമെന്ന് പറഞ്ഞ് കൊടുത്തില്ലേ? ആദ്യത്തെ ക്യാബിനറ്റിൽ
ആശാ വർക്കർമാരുടെ സമരം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനമെടുക്കും. പാചക തൊഴിലാളികളോട് പറഞ്ഞു തീരുമാനമെടുത്തില്ലേ? ഇവരിൽ കേരളം മുഴുവൻ നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. രൂക്ഷമായ ധനപ്രതിസന്ധിയ. ഈ ഓണം എങ്ങനെയാണ് സർക്കാർ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ? എല്ലാ ആവശ്യങ്ങൾക്കും പണം കൊടുത്ത് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. വിലക്കയറ്റം നിയന്ത്രിച്ച് നോക്ക്, മാവേലി സ്റ്റോറിലും ഓണം സ്റ്റോറിലും പോയി നോക്ക്, 13 നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി കൊടുക്കുന്ന 13 സാധനങ്ങളും അവിടെ ഉണ്ട്. പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് ഉദ്ഘാടനം ചെയ്യാതെ ആളുകൾ പോയിട്ടുണ്ട്. അത് സബ്സിഡിയുള്ള സാധനമൊന്നുമില്ല, സോപ്പും ചീപ്പും കണ്ണാടിയാണ് ഓണത്തിന്. അതൊക്കെ മാറി സാധനങ്ങൾ എത്തി, എല്ലാ സ്ഥലങ്ങളിലും ആളുകൾക്ക് എത്തി. എല്ലാവർക്കും അംഗൻവാടി ജീവനക്കാർക്ക് പെൻഷന്റെ കുടിശ്ശിക എത്രയായിരുന്നു? അപ്പൊ കിട്ടിയില്ലേ? പാചക തൊഴിലാളികൾക്ക് കുടിശ്ശിക കിട്ടി. എല്ലാവർക്കും, ജീവനക്കാർക്ക്, പെൻഷൻകാർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അടുത്ത മാസം കൊടുത്താൽ മതി. ഓണമായതുകൊണ്ട് അടുത്ത മാസം കൊടുക്കേണ്ടത് അടുത്ത മാസത്തെ തുക ഈ പ്രാവശ്യം കൊടുക്കുകയാണ്. 19 തീയതി മുതൽ ഈ സർക്കാർ ജനങ്ങളോടൊപ്പം ഉണ്ടാവും, ഒരു സംശയം. ഓക്കെ, കണ്ടല്ലോ എന്താല്ലേ, എന്തായാലും നല്ല ഇടിവെട്ട് മറുപടിയാണ് മുഖ്യമന്ത്രി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് ചാനലും കൂടെ സബ്സ്ക്രൈബ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.